Hi friends, welcome back to A Little Bit of Us and welcome to Vagamon. ഇന്ന് ഞങ്ങളൊരു ഓഫ് റോഡ് ഡ്രൈവിന് വന്നിരിക്കുകയാണ്. It's really bumpy. Really bumpy. വാഗമൺ കേരളത്തിലെ ഇടുക്കി, കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഏതൊരു സഞ്ചാരിയും ലോകത്തിൽ പോകേണ്ട 10 ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്ന ലിസ്റ്റിൽ നാഷണൽ ജോഗ്രഫിക് ട്രാവലർ വാഗമണിനെ പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാവും. സീ ലെവലിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ. പൊതുവെ വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളും സ്ഥിരമായി സന്ദർശിക്കുന്നത് പൈൻ മരക്കാടുകളും മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളുമാണ്. സുന്ദരിയായ വാഗമണിനെ അടുത്തുനിന്ന് കാണാൻ സ്ഥിരമായിട്ടുള്ള ഈ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ച് ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് പോയാലോ? ഇന്റർനെറ്റിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി വാഗമൺ എന്ന് സെർച്ച് ചെയ്താൽ വരുന്ന 3-4 ട്രാവൽ ഏജൻസികളിൽ ഒന്നിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഈ യാത്രയ്ക്കുള്ള പിക്കപ്പും ഡ്രോപ്പും വാഗമൺ ടൗണിൽ നിന്നാണ്. ഞങ്ങളെപ്പോലെ തന്നെ മീനുക്കുട്ടിക്കും യാത്രകൾ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഈ ജീപ്പ് സഫാരിയിൽ മീനു എങ്ങനെയാവും എന്ന് ഒരു ചെറിയ ആങ്സൈറ്റി എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജീപ്പ് കണ്ട ഉടനെ മീനുക്കുട്ടി ഒന്ന് പരിഭ്രമിച്ചു. കുറച്ചു നേരം അതിൻ്റെ 4 ഭാഗവും ഓടി കരഞ്ഞു. പിന്നെയാണ് ചാടിക്കയറി വണ്ടിയിലിരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇടുക്കി എന്ന് തന്നെയാണ്. ഇടുക്കിക്ക് ലഭിച്ച പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് വാഗമൺ. കുന്നും മലയും ഈ പച്ചപ്പും പുൽമേടും ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയും എന്നും വാഗമണിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കുന്നു. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ വെസ്റ്റേൺ ഘട്ട്സിന്റെ തുടർച്ചയായി വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് വാഗമൺ. കണ്ണെത്താത്ത ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, പുൽത്തകിടികൾ, കോടമഞ്ഞ് ഇതൊക്കെയാണ് വാഗമണിന്റെ ഐഡന്റിറ്റി. നമ്മളുടെ ഇന്നത്തെ സാരഥി ശരത്. അസാധ്യമായ ഡ്രൈവിംഗ് സ്കിൽസിൻ്റെ ഒരു ഉസ്താദ് കൂടിയാണ് ഇദ്ദേഹം. ഏകദേശം 30 കിലോമീറ്റർ ദൂരം 3 മണിക്കൂറിൽ 4-5 വ്യൂ പോയിന്റുകൾ. ഇതാണ് ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരിയുടെ ഒരു റൂട്ട് മാപ്പ്. ഈ യാത്രയ്ക്ക് 2000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. സാധാരണ യാത്രകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മീനുക്കുട്ടി ഈ യാത്രയിൽ കുറച്ച് പരിഭ്രമത്തോടെയാണ് ജീപ്പിലിരുന്നത്. അതുകൊണ്ട് മുഴുവൻ സമയം ഞങ്ങൾ ഓരോരുത്തരായി മാറി മാറി മീനുവിനെ മടിയിൽ കൊച്ചുകുട്ടികളെ ഇരുത്തുന്ന പോലെ ഇരുത്തി ആശ്വസിപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ യാത്രയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോട്ടമല, ഒളുപ്പൂണി വ്യൂ പോയിന്റ്, കപ്പക്കാനം ടണൽ വാട്ടർഫാൾസ് ആൻഡ് സൂയിസൈഡ് പോയിന്റ്. ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കോട്ടമല വ്യൂ പോയിന്റ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അടുത്തുള്ള വെസ്റ്റേൺ ഘട്ട്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കോട്ടമല. 2000 മീറ്ററിൽ കൂടുതലാണ് ഇതിൻ്റെ ഉയരം. ഞങ്ങളെപ്പോലെ തന്നെ വേറെയും കുറച്ച് ടൂറിസ്റ്റുകളെ ഇവിടെ കാണാൻ സാധിച്ചു, കുറച്ച് ജീപ്പുകളും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾ. എന്തിനാ മീനുക്കുട്ടി കരഞ്ഞത്? ഡിസ്ട്രെസ്ഡ് മീനു?
ആൻഡ് ഇവിടെ ഒരു നോ സ്ട്രെസ് അന്നുകുട്ടി. ഇനി നമ്മൾ ഈ മല ഇറങ്ങുകയാണ്. ചെമ്മൺ പാതയിലൂടെയുള്ള ഈ കുലുങ്ങിയുള്ള ഈ ഓഫ് റോഡ് യാത്ര ശരിക്കും ഒരു അനുഭവമാണ്. ഇനി നമ്മൾ പോകുന്നത് ഉളുപ്പുണി എന്ന വ്യൂ പോയിന്റിലേക്കാണ്. ഓഫ് റോഡ് യാത്ര ഒരു സിമ്പിളായിട്ടുള്ള യാത്രയായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇതിൽ കയറി ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കാണുന്ന അത്ര സിമ്പിളല്ല എന്ന്. ടാറിട്ട റോഡ് അവസാനിച്ചു. വണ്ടി ചെമ്മൺ പാതയിലാണിപ്പോൾ. പലയിടത്തും വലിയ കല്ലുകളുമുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഉരുണ്ടുരുണ്ട് കുടുങ്ങിയാണ് നമ്മളുടെ ഈ യാത്ര. ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന വഴിയിലൂടെയാണ് അതിസാഹസികമായി ശരത്ത് വണ്ടി ഓടിക്കുന്നത്. ഈ യാത്രയിൽ പലയിടത്തും വളരെ കുത്തനെയുള്ള കയറ്റത്തിലും ഇറക്കത്തിലും ചിലപ്പോൾ എതിരെ നിന്നും വേറെ ഒരു ജീപ്പ് വരും. കുറച്ച് സമയത്തേക്ക് ഹാർട്ട് ബീറ്റ് നിന്ന മാതിരിയാണ് ഞങ്ങൾ ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. എന്നാൽ വളരെ കൂളായി പുള്ളി റിവേഴ്സ് ഗിയറിൽ വണ്ടി പുറകോട്ട് ഒതുക്കുന്നത് അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിയിരുന്നത്. ഇതുപോലെയുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പിൽ ഏകദേശം 30 കിലോമീറ്ററാണ് ശരത്തും ശരത്തിനെ പോലെയുള്ള മറ്റ് ഡ്രൈവർമാരും ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കുന്നത്. റിസ്കി ആയിട്ടുള്ള ഇത്തരം വഴികളിലൂടെ ടൂറിസ്റ്റുകളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ഇതുപോലെയുള്ള കഠിനാധ്വാനികളായിട്ടുള്ള ചെറുപ്പക്കാരാണ് ഈ ടൂറിസ്റ്റ് മേഖലയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് നിസ്സംശയം പറയാം. പുഷ്പം പോലെ ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന ശരത്തിനെ കണ്ടപ്പോൾ നിസ്സാരമായ ഓഫ് റോഡ് ഡ്രൈവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരെ ഓർത്തുപോയി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഉളുപ്പൂണിയിലെ കുന്നിൻ മുകളിലേക്ക് യാത്ര. ഓക്കെ ഇയ്യോബിന്റെ പുസ്തകം എന്ന സിനിമയിലെ മിക്ക ഭാഗങ്ങളും ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കുന്നിൻ മുകളിലായി പരന്നു കിടക്കുന്ന പുൽമേടുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. 4 ഭാഗത്തും മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന പച്ചക്കുന്നുകൾ. അങ്ങ് ദൂരെ ഇടുക്കി ഡാമും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇരുവശത്തും ഒരാൾ പൊക്കത്തിന് മേലെ വളർന്നിട്ടുള്ള പുല്ലുകൾ. ഇതിനിടയിൽ പലയിടത്തും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചില മരങ്ങളുമുണ്ട്. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അത്ര മനോഹരമായ കാഴ്ചകളാണ് 4 ഭാഗത്തും. കൂട്ടിന് നല്ല തണുത്ത കാറ്റും. അധികം സന്ദർശകർ ഇവിടെ വരാത്തത് ഒരു കണക്കിന് നന്നായി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങും കാണാനില്ല. മനസ്സ് നിറയ്ക്കാൻ ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? And now we are going to go for another 3 more points. The highlight is the bumpy ride, as Sannu said. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കത് വണ്ടിയിൽ കയറി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് കുറച്ചൊരു ആങ്സൈറ്റി ഉള്ളത് ഈ മീനക്കുട്ടി കാരനാണ്. ഷീ ഗോട്ട് സ്കേർഡ് ആൻഡ് ഷീ ഈസ് ദ ബേബി ഇൻ ദ ഫാമിലി. സോ അതിനെ കൺസോൾ ചെയ്യാൻ കുറച്ച് സമയം എനർജിയൊക്കെ എല്ലാവർക്കും വേണം. Otherwise this view is beautiful and this trip is fabulous. So beautiful, so elegant, just looking like a wow.
എന്തായാലും ഈ വാഗമണിൽ വരുമ്പോൾ എല്ലാവരും പോകുന്ന ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടാതെ ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഓഫ് റോഡ് ഡ്രൈവ് ബിക്കോസ് പ്യുവർ നേച്ചർ വിത്ത് നോ ഫിൽറ്റർ ആൻഡ് ലെസ് എക്സ്പ്ലോർഡ്, സോ നോ ഗാർബേജ്. ദാറ്റ്സ് ദ ഹൈലൈറ്റ്. ഇടുക്കിയാണ്. കോട്ടുമല വ്യൂ പോയിന്റിൽ വെച്ച് മീനുക്കുട്ടി ജീപ്പിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആള് പെട്ടെന്ന് ഒരു പുലിക്കുട്ടിയായി വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി ഓട്ടത്തോടോട്ടം. എക്സൈറ്റ്മെന്റ് കൂടിയാണെന്ന് തോന്നുന്നു. പുൽമേട്ടിലേക്ക് ഒറ്റ ഓട്ടം. ഞങ്ങളെ കുറെ ഇട്ട് ഓടിച്ചു. മീനു വരൂ. You have to go back home. മീനുവിന്റെ ഈ ഇരിപ്പിന്റെ അർത്ഥം ഇനി എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കളിക്കാം എന്നാണ്. ഇപ്പോൾ മീനുവിന്റെ ധൈര്യം കുറച്ച് കൂടി എന്ന് തോന്നുന്നു. തല പുറത്തിട്ട് കാര്യാന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഒരു ചെറിയ അരുവി കണ്ടപ്പോൾ വണ്ടി നിർത്തി. ഞങ്ങളെപ്പോലെ വേറെയും കുറച്ച് ടൂറിസ്റ്റുകൾ ഇവിടെയുമുണ്ട്. ജീപ്പ് ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ശരത് ക്ഷമയോടെ ഞങ്ങളെ കാത്തിരിക്കുകയാണ്, നമ്മളുടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ കഴിയാൻ. വെള്ളം കണ്ടാൽ പേടിച്ചോടി പോകുന്ന മീനുക്കുട്ടീനെ പറ്റിക്കാൻ ശ്രീ ചെയ്ത പണിയാണിത്. വാരിയെടുത്ത് വെള്ളത്തിന്റെ നടുക്ക് കൊണ്ട് നിർത്തി. മീനുക്കുട്ടി കരച്ചിലോട് കരച്ചിൽ. അന്നിക്കുട്ടി നേരെ തിരിച്ചു. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആകെ ബഹളമാണ്. കുത്തിമറിഞ്ഞ് കളിയും ചിരിയും. ഈ കാണുന്നത് കപ്പക്കാനം വാട്ടർഫാൾസ്. ടണൽ വാട്ടർഫാൾസ് എന്നും വെള്ളാരഞ്ചിറ്റ ടണൽ എന്നും ഒളുപ്പൂണി ടണൽ എന്നും ഒക്കെ ഇവിടെയുള്ളവർ പറയും. ഈ കാണുന്ന ടണലിനെ പറയുന്നത് വെള്ളാരംചിറ്റ ടണൽ എന്നാണ്. ഇടുക്കി ഡാമിൽ നിന്നും കുളമാവ് റിസർവോയറിലേക്ക് പോകുന്ന വെള്ളമാണിത്. ഒരു ഭാഗത്ത് കാട്ടരുവി വെള്ളച്ചാട്ടമായി കുത്തിയൊഴുകുന്നു, മറുഭാഗത്ത് വെള്ളാരംചിറ്റ ഉളുപ്പൂണി ടണൽ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തുരങ്കത്തിലെ വെള്ളവും കാട്ടരുവിയും ഒരുമിച്ചൊഴുകി കുളമാവ് ഡാമിലെത്തും. കുതിച്ചൊഴുകുന്ന കാട്ടാറിൻ്റെ വന്യമായ ഭംഗിയും ഭയപ്പെടുത്തുന്ന ഈ ശബ്ദവും വല്ലാത്ത ഒരു ഫീല് തന്നെയാണ്. ഈ കാണുന്നത് കപ്പക്കാനം വാട്ടർഫാൾസ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പ്, നല്ല കുത്തനെയാണ് വെള്ളം ഒഴുകണത്. എന്നാൽ അവിടെയൊക്കെ പലയിടത്തും ബോർഡുണ്ട് ഇറങ്ങരുത്, എന്നിട്ടും ആളുകളൊന്നും പീപ്പിൾ ആർ നോട്ട് ലിസണിങ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഏരിയ. ഇവിടെ വരുമ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം വരാനായിട്ട്. ഇത് വേറൊരു ലോകത്ത് വന്ന മാതിരിയുണ്ട്. അമേസിങ്. ഒരു മുഴുവൻ ദിവസം വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അത്ര രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. കപ്പക്കാനം ഫാൾസിലേക്ക് പോയപ്പോൾ മീനുക്കുട്ടിയെ ജീപ്പിലിരുത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ പരിഭവമാണ്. തിരിച്ചു വന്നപ്പോൾ വലിയ കരച്ചിൽ. കൊച്ചുകുട്ടികളെ പോലെ മടിയിലിരുത്തി കുറേ നേരം ആശ്വസിപ്പിക്കേണ്ടി വന്നു.
ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ യാത്രയിലെ ഒടുവിലത്തെ പോയിന്റിലേക്കാണ്, സൂയിസൈഡ് പോയിന്റ്. ഈ യാത്രയിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവസാനത്തെ പോയിന്റിൽ നിന്നും നമ്മൾ താഴേക്കിറങ്ങുമ്പോൾ മനസ്സിൽ ഞാൻ കരുതിയത് ഇനിയും കുറേ യാത്ര ചെയ്യണം ടു റീച്ച് ബാക്ക് ടു വാഗമൺ ടൗൺ എന്നാണ്. എന്നാൽ വാഗമൺ ടൗണിൽ നിന്നും വെറും 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സൂയിസൈഡ് പോയിന്റിലേക്ക്. അങ്ങനെയാണ് ഈ ട്രിപ്പിൻ്റെ റൂട്ട് മാപ്പ് ഇവിടെയുള്ളവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ജീപ്പ് സഫാരിയിലെ ഒടുവിലത്തെ പോയിന്റ് ആണിത്, സൂയിസൈഡ് പോയിന്റ് അല്ലെങ്കിൽ പാരാഗ്ലൈഡിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഈ വ്യൂ പോയിന്റ്. ഏഷ്യയിലെ തന്നെ മികച്ച പാരാഗ്ലൈഡിംഗ് സൈറ്റുകളിൽ ഒന്നാണ് വാഗമൺ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പീക്കായ അമൃതമേടിന്റെ ഭാഗമാണ് ഇത്. ഇങ്ങോട്ടുള്ള കയറ്റം ഒരു ഭീമാകാരമായ കയറ്റമാണെങ്കിലും ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമെല്ലാം ഒരു നിമിഷത്തിൽ പമ്പ കടക്കും. കാരണം ഇതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന അനുഭൂതി അതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല. ഉയരത്തിൽ നിന്നും താഴെ നോക്കിയാൽ കാലിൻ്റെ മുട്ട് കൂട്ടിയിടിക്കുന്ന ഞാനാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ അതിഗംഭീരം. അത് കാണാതെ തിരിച്ചെങ്ങനെ പോകും? വി ഷേപ്പിൽ കാണുന്ന ഈ വാലി വാഗമണിലെ ഏറ്റവും മനോഹരമായ ലൊക്കേഷനുകളിൽ ഒന്നാണ്. ഒരിക്കൽ കൂടി പോകണം ഈ വഴികളിലൂടെ, ഈ കുന്നിൻ മുകളിലേക്ക്. എത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ കുന്നുകൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. Till I come back again with another travel story, it's bye from A Little Bit of Us and bye from Vagamon.